എടാ കണ്ട അണ്ടനെ അടവണ്ണി ഒന്നും വിളിക്കണ്ട. തെക്കടത്തച്ഛനെ പോലെയുള്ള നല്ല അന്തസ്സുള്ള കുടുംബക്കാരെ വിളിച്ചാൽ മതി. ഇതേതാ മീ തെക്കേടത്തച്ഛൻ? നിങ്ങൾക്ക് ഓർമ്മ കാണത്തില്ല, നമ്മുടെ കുടുംബത്തിലെ വലിയ കാരണവരാ. ഇവളെന്ന് വെച്ചാൽ ജീവനാ, ഇവക്ക് വേണ്ടി പ്രാണം വരെ കൊടുക്കൂന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കനത്തിൽ എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കത്തില്ല. വല്ല സ്വർണ്ണമാല ആയിരിക്കുമല്ലേ കൊണ്ടുവരുന്നേ? തെക്കേടത്തച്ഛന് കുടിക്കാൻ എന്താ വേണ്ടത്? ചായയോ കാപ്പിയോ ഹോർലിക്സോ? ബൂസ്റ്റ് ഒരു കാപ്പി ആയിക്കോട്ടെ. എനിക്കൊരു നാരങ്ങ വെള്ളം. നാരങ്ങ വെള്ളോ? കാപ്പി ഞാൻ എടുത്തോണ്ട് വരാവേ. ഇഷ്ടമാണോ തെക്കേടത്തച്ഛൻ? തെക്കേടത്തച്ഛൻ വലിയ എന്തോ ഗിഫ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നു. എന്തൊക്കെയോ ഒത്തിരി സാധനങ്ങളുണ്ട്. കുട്ടിയമ്മേ, മോളുടെ കല്യാണമല്ലേ? ഇവളെന്ന് വെച്ചാൽ എനിക്കെന്റെ ജീവനാ, എന്ന് വെച്ചാൽ എന്റെ പ്രാണൻ. എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് ഞാൻ ഇതിനുള്ളിൽ കൊണ്ടുവന്നേക്കുന്നത്. ഇതെന്നാ തേങ്ങയാ? യെസ്, മൈ ഓൺ ഓക്സിജൻ, എന്റെ പ്രാണവായു. കുറച്ചു ഇറങ്ങണം. ഇയാൾക്ക് എന്നാ പ്രാന്താണോ അമ്മ? ഇത് തെക്കേടത്തച്ഛനല്ല, തെക്കോട്ട് എടുക്കേണ്ട അച്ഛനാ. ഇയാളേതാ അമ്മേ? അത് വടക്കോട്ടുള്ള അച്ഛനായിരിക്കും. ഈ മഴയത്ത് ഇയാളൊക്കെ എങ്ങനെ വലിഞ്ഞു വരുവാ? എന്റെ പൊന്നു കൊച്ച ഒന്നും പറയണ്ട, ടാക്സിക്കാർക്കൊക്കെ ഒടുക്കത്തെ റേറ്റാ. ഇതെന്റെ കൂട്ടുകാരനാ റിക്ഷ ചന്ദ്രൻ. ഇവരോട് കോട്ടയം വരെ പോകുന്ന ചോദിച്ചപ്പോ 500 രൂപ ചോദിച്ചു. എന്റെ ആകെ ഉള്ള 250 രൂപ. കൊട്ടാരക്കര വരെ ഇനിയും ചവിട്ടി, അവിടുന്ന് കോട്ടയത്തോട്ട് ഞാനും ചവിട്ടി. എന്താ റിക്ഷ അല്ലാതെ പിന്നെ എന്ത്? ഇവിടുത്തെ കൊച്ചിന്റെ കല്യാണല്ലേ, എന്റെ പേര് അരപ്പൻ സ്വർണ്ണമോതിരം. മോളെ മാമനെ ബൂസ്റ്റ് ഇട്ട് ഒരു ചായ എടുക്ക. നിങ്ങളുടെ ബന്ധുക്കളിൽ കല്യാണം വിളിക്കരുത് കേട്ടോ. കായംകാലം വരെ ഞാൻ ചവിട്ടത്തുള്ളൂ, ബാക്കി താൻ ചവിട്ടിക്കോണം. എന്ത് റിക്ഷ